ഞങ്ങളുടെ ടെറസിന്റെ മുകളിൽ തണലില് ഇരുന്നിട്ട് മെസ്സേജിനൊക്കെ റിപ്പോർട്ട് കൊടുക്കണം, കമന്റ്സ് ഒക്കെ റിപ്പോർട്ട് കൊടുക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തേങ്ങ താഴ്ച പോയിട്ടുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യാൻ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യാം. ബർത്ത്ഡേ ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി ബലൂണൊക്കെ ഊതി ഒപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഊതിയല്ല, മറ്റേ ഞാൻ ശ്രുതി ഊതിയാണ് കീറിക്കിരിക്കുന്നത്, നല്ല ഊതിയല്ല. ചേട്ടൻ പിന്നെ കുറെ നേരമായിട്ട് കഷ്ടപ്പെടുക പാവം. പക്ഷെ വൈഷ്ണവിയുടെ മൊബൈലിൽ കളിച്ചിരിക്കുകയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. പലയിടത്ത് തളർന്നിരിക്കുകയാണ്. കൊച്ചിൻ്റെ അച്ഛൻ ശബരിയും കൂടി ഫുഡ് എടുക്കാൻ വന്നിരിക്കുകയാണ് രാത്രിക്കുള്ളത്. കറിയൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് അപ്പം എന്താണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ കേസ് നമ്മൾ വീശപ്പല്ലേ വാങ്ങിച്ചതേ, അത് വാങ്ങിച്ചിട്ടുണ്ട്. തിരിച്ച് വീട്ടിൽ പോകണം, ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഡെക്കറേഷൻ മുറി കഴിഞ്ഞ് കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേക്ക് മുറിക്കും. വലിയ കാറ്റടിക്കുന്നുണ്ട്, ക്യാൻഡിൽ പോലും കത്തിക്കാൻ പറ്റില്ല. അതിന് മാത്രം ബുദ്ധിമുട്ടായിരുന്നു ക്യാൻഡിൽ കത്തിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ആംബിയ കേക്ക് മുറിച്ചു ഓൾറെഡി. ഹാപ്പി ബർത്ത്ഡേ ആംബിയ. ശ്രുതിയുടെ വക ശ്രദ്ധിച്ചത് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. നമ്മുടെ വക കേക്ക് മുറിച്ച് കഴിഞ്ഞെന്തത് നമ്മളെ ഫ്രണ്ട്സ് ഫാമിലി ഐറ്റംസ് എല്ലാവരും ഇവിടെ നിറഞ്ഞിരിക്കുന്നു. ആർച്ചടിരിപ്പുണ്ട്. അങ്ങനെ ആർച്ചയ്ക്ക് ഞാൻ ഒരു ലോലിപോപ്പ് കൊടുത്തിരിക്കുന്നു. ഗൈസ് കഴിക്കട്ടെ ലോലിപോപ്പ്. പൊളിയല്ലേ? ശ്രുതി കപ്പ് കേക്ക് എടുത്തിരിക്കുന്നത്. സ്പൂണുണ്ട്, എന്താ തേങ്ങ ബർത്ത്ഡേ പാർട്ടി ഫുഡാണ് ഗൈസ്. ഈശപ്പും ചിക്കൻ കറിയുമാണ്. അങ്ങനെ ഫൈനലി ആദ്യം ഭക്ഷണം കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട്?